പിന്നെ സുനിൽ കനകോലിനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുമ്പം കൊണ്ടിരുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചത്. അത് മാത്രമല്ല എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ അടിയന്തരം നടത്താൻ, ശേഷക്രിയ നടത്താൻ വേണ്ടിയിട്ട് ആരോ ഏൽപ്പിച്ച ഒരാൾ എന്നാണ് സുനിൽ കനകോലിനെ കുറിച്ച് പറഞ്ഞത്. ഇയാൾക്ക് കൊടുത്ത പൈസ ഉണ്ടെങ്കിൽ ഇവിടെ 140 മണ്ഡലങ്ങളിലും UDFിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഉണ്ടാകുമായിരുന്നു. ഒന്നുകിൽ ഇതിൻ്റെ പിന്നിൽ ദേശവിരുദ്ധ ശക്തികളുടെ ഇടപെടലുണ്ട്, അതല്ലെങ്കിൽ സംഘപരിവാറാണ്, BJP ആണ്. കാരണം കോൺഗ്രസ് വാനിഷ്ഡ് ഇന്ത്യ എന്ന ലക്ഷ്യം നടപ്പിലാക്കി തരാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിരിക്കുക ഇങ്ങേർക്ക്. പക്ഷേ ഇയാളുടെ ഈ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ചാനലുകളെയും വിലക്കെടുത്തിട്ടുണ്ട്. വിലക്കെടുക്കാൻ കിട്ടാത്ത ചാനലുകളെയാണ്, നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചാനലുകളെയാണ് ഇങ്ങനെ പൂട്ടിക്കെട്ടിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ആയിരക്കണക്കിന് മൊബൈൽ ഫോണുകളാണ് ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ടുള്ള മൊബൈൽ ഫാമിംഗ് ടെക്നോളജി, അതുതന്നെയാണ് കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വാർ റൂമുകളാണ് ഇയാളുടെ നേതൃത്വത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ BJPക്ക് വേണ്ടിയിട്ടുള്ള കൊട്ടേഷനാണോ, അല്ലെങ്കിൽ ഇയാൾ പക്കാ ബിസിനസ്സുകാരനായിട്ട് അവിടെ നിന്ന് മേടിക്കാം ഇവിടെ നിന്ന് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണോ എന്നുള്ളത് മാത്രമാണ് പരിശോധിക്കപ്പെടേണ്ടത്. എന്തായിരുന്നാലും സുനിൽ കനകോലു എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഏജൻസിയും കള്ള നാണയങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജഭായ് നമസ്കാരം. നമസ്കാരം. രാജഭായ്, സുനിൽ കനകോലു കോൺഗ്രസിൻ്റെ രക്ഷകനായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ കരുതിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരും കരുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അനുഭവങ്ങൾ വെച്ച് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് സുനിൽ കനകോലു എന്നുള്ളതാണ്. എന്താണ് അഭിപ്രായം? സുനിൽ കനകോലുവിനെ പിന്നെ കോൺഗ്രസിൻ്റെ രക്ഷകനായി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കാണുന്നു എന്നതും പ്രവർത്തകർ കാണുന്നു എന്നതും തെറ്റായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമുന്നതനായ ഒരു നേതാവ്, കേരളത്തിലെ എണ്ണം പറഞ്ഞ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 നേതാക്കന്മാരെ എടുത്താൽ അതിലൊരാൾ എന്നോട് പറഞ്ഞതാണ്, ഇവരെ വയനാട് ക്യാമ്പിൽ ഈ മുതലിനെ കൊണ്ടുവന്നല്ലോ, എന്തിനാ ചരക്കിനെ ഇങ്ങോട്ട് ഇറക്കിയെന്നുള്ളത് അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പിന്നിൽ റോബർട്ട് വദ്ര ഉൾപ്പെടെയുള്ളവർക്കുള്ള പങ്കിനെ കുറിച്ച് വരെയുള്ള സംശയം അദ്ദേഹം വ്യക്തിപരമായിട്ട് എന്നോട് സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവിടെ അടുത്തിട്ടുള്ള പ്രവർത്തകരുടെ പൾസ് അറിയാമെന്നുണ്ടെങ്കിൽ, ജനങ്ങളുടെ പൾസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റി കാര്യങ്ങൾ. അത് പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു വിവരശേഖരണം അതിനകത്ത് നടന്നിരുന്നു. അത് സംഘടനാപരമായി നടന്നിട്ടുള്ളൊരു കാര്യമാണ്. അത് UDFിൻ്റെയും കോൺഗ്രസിൻ്റെ സെപ്പറേറ്റും പിന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള UDFിൻ്റെ മറ്റ് ഘടകകക്ഷികളുമായിട്ട് ചേർന്നുകൊണ്ട് ഉള്ള ഒരു ഡാറ്റ അനാലിറ്റിക്സ് അതിനകത്ത് നടക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ അന്ന് സുനിൽ കനകോലു ഉണ്ടായിട്ടല്ലല്ലോ അത് നടത്തിയത്. പിന്നെ സുനിൽ കനകോലിനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുമ്പം കൊണ്ടിരുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചത്. അത് മാത്രമല്ല എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ അടിയന്തരം നടത്താൻ, ശേഷക്രിയ നടത്താൻ വേണ്ടിയിട്ട് ആരോ ഏൽപ്പിച്ച ഒരാൾ എന്നാണ് സുനിൽ കനകോലിനെ കുറിച്ച് പറഞ്ഞത്. കാരണം സുനിൽ കനകോലിനെ കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ പുള്ളി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം പുള്ളി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ ശരിയുമാണ്. സുനിൽ കനകോലിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത്, ഇപ്പോൾ സുനിൽ കനകോലിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കെതിരെ തന്നെ അക്രമങ്ങൾ നടക്കുന്നു. എന്തെല്ലാം രീതിയിൽ ഇപ്പം നമ്മളെന്തായാലും ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ ബന്ധപ്പെട്ട അധികൃതർക്ക് കനകോലിൻ്റെ പേരെടുത്ത് തന്നെയാണല്ലോ നമ്മളെ പരാതി കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒന്നുകിൽ ഇതിൻ്റെ പിന്നിൽ ദേശവിരുദ്ധ ശക്തികളുടെ ഇടപെടലുണ്ട്, അതല്ലെങ്കിൽ സംഘപരിവാറാണ്, BJP ആണ്. കാരണം കോൺഗ്രസ് വാനിഷ്ഡ് ഇന്ത്യ എന്ന ലക്ഷ്യം നടപ്പിലാക്കി തരാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിരിക്കുക ഇങ്ങേർക്ക്, കോൺഗ്രസിനെ ഒന്നും ഇല്ലാതാക്കി തരണേ എന്ന് പറഞ്ഞിട്ട്. കാരണം ഇയാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇവർ പോയിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ അനുഭവം നമുക്കുണ്ട്. പ്രശാന്ത് കിഷോർ ഇത്ര വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനാണെന്നുണ്ടെങ്കിൽ, ചാണക്യനാണെന്നുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ബീഹാറിൽ പിന്നെ അട്ടപട്ടണം ഇതായിപ്പോയി, ഇല്ല ആ വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ വയ്യ, 3G ആയി എന്ന് പറഞ്ഞു. അതെ 3G ആയി. അതെ. ഇതെന്താ വെച്ചാൽ ഈ ചക്ക വീഴുമ്പം മോല ചത്തു എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പം 2021 തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ LDF സുനിൽ കനകോലിനെ ഏൽപ്പിച്ചിരുന്നു കൂട്ട് എന്തായിരിക്കും കരുതുക? എല്ലാവരും സുനിൽ കനകോല് വിജയിപ്പിച്ചു. അല്ലെങ്കിൽ പ്രശാന്ത് കിഷോറിനെ ഏൽപ്പിച്ചാൽ പ്രശാന്ത് കിഷോർ വിജയിപ്പിച്ചു. വേണ്ട, ഇപ്രാവശ്യം ഇപ്പം പ്രശാന്ത് കിഷോർ സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കിയിട്ട് ബീഹാറിൽ ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ BJP JDU സഖ്യം പ്രശാന്ത് കിഷോറിനെയാണ് ഏൽപ്പിച്ചതെന്നുണ്ടെങ്കിൽ വിജയശില്പി ആരാ? പ്രശാന്ത് കിഷോർ. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കനകോലിൻ്റെ ടീം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണയത്തിന് ഏതെങ്കിലും പാർട്ടി ഔട്ട്സോഴ്സ് കൊടുക്കാറുണ്ടോ? അവരവരുടെ പാർട്ടിക്കകത്തുനിന്ന് ഏറ്റവും ഏബിളായിട്ടുള്ള ആൾ, അല്ലെങ്കിൽ പൊതു സ്വതന്ത്രൻ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളെ ഹയർ ചെയ്യുക, വേറെ പാർട്ടിയിൽ നിന്ന് വലിക്കാൻ പറ്റുമെങ്കിൽ വലിക്കുക. ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ പാർട്ടി നേതൃത്വം, അതല്ലെങ്കിൽ പാർട്ടി തന്നെ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തുകയാണെങ്കിൽ ഏത് പാർട്ടിയാണെങ്കിലും അവരുടെ പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ട് അവർക്ക് പ്രാദേശികമായി സ്വീകാര്യതയുള്ള ആളുകളെയാണ് ആക്കുന്നത്. പിന്നെ ചില ആളുകളെ ഇറക്കുമതി ചെയ്യും ചില സ്ഥലത്തോട്ട്. കാരണം നിർബന്ധമായി ഒരു മിനിസ്ട്രിയൊക്കെ വരികയാണെങ്കിൽ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ കൊണ്ടുവന്നിട്ട് ഈ വയനാട് ക്യാമ്പിൽ കൊണ്ടുവന്നതിനെക്കുറിച്ച് നേതാവ് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ പൊട്ടന്മാർക്ക് ഇവിടെ ഇലക്ഷൻ പ്രവർത്തനത്തിന് പൈസയില്ല. ഇയാൾക്ക് കൊടുത്ത പൈസ ഉണ്ടെങ്കിൽ ഇവിടെ 140 മണ്ഡലങ്ങളിലും
UDFിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഉണ്ടാകുമായിരുന്നു. സ്ഥാനാർത്ഥികളെ ആക്കി കഴിഞ്ഞിട്ട് ഫണ്ടില്ല ഇലക്ഷൻ വർക്കിന്. ഇയാൾക്ക് കൊടുത്ത ഫണ്ടിൻ്റെ പകുതി മതി പിന്നെ ഇവർക്ക് ഇലക്ഷന് പിന്നെ ഭരണത്തിലെത്താനുള്ള സംഖ്യ ഉണ്ടാക്കാൻ. ആ ബുദ്ധി ഇവർക്കില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പം ഇതിനകത്ത് തന്നെ ഇപ്പം നമ്മളെ പരാതിക്കകത്ത് തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. സോഷ്യൽ മീഡിയ ടീമിനെ ഇയാളുടെ ആയിരക്കണക്കിന് ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാർ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള പരാതിക്കകത്ത് പറയുന്ന ഒരു കാര്യങ്ങൾ. വടിവിട്ട ഇടപെടലുകൾ ഇയാൾ നടത്തുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് അനുകൂലമായി സംസാരിക്കാത്തവരെ കോൺഗ്രസിൻ്റെ തന്നെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പരിഗണിക്കുന്നില്ല. അവരെ വരെ കോർണർ ചെയ്യുന്നത്. എന്നാൽ ഇയാൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ഇയാളടുത്ത് കൃത്യമായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് അവരുടെ അയോഗ്യതയും അനർഹതയും ഒന്നും പരിഗണിക്കാതെ അവരെ ആ ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ ക്വാളിഫൈഡ് ആയിട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുകയാണ് ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ള സ്ഥാനാർത്ഥി അയാളാണ്, അയാൾ നിന്നാൽ വിജയിക്കും. അപ്പോൾ കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, പല ഓൺലൈൻ മീഡിയയും ഇതിനകത്തൊക്കെയുള്ള കളികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. ഇതൊക്കെ പെയ്ഡായിട്ട് നടക്കുന്ന പരിപാടിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഫാൻസ് രംഗത്തിറങ്ങിക്കഴിഞ്ഞപ്പം ബാക്കിയുള്ളവരെല്ലാം തെറി വിളിച്ചപ്പോൾ എല്ലാവരും പേടിച്ചു പോയി. എല്ലാ നേതാക്കന്മാരും അയ്യോ ഇവർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ, ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, ഇവർക്ക് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ സംസാരിക്കുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു, എന്നെക്കുറിച്ച് പറഞ്ഞ് ഇനി ഒരു അക്ഷരം മിണ്ടിയാൽ നിൻ്റെയൊക്കെ ഇപ്പം എല്ലാ ചരിത്രവും ഞാൻ പത്രസമ്മേളനം വിളിച്ച് പറയും, വലിച്ചു വാരി ചുമരിലൊട്ടിക്കുമെന്നാണ് പറഞ്ഞത്. സ്വിച്ച് ഇട്ട പോലെ തോന്നുന്നു ഈ സാധനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് സ്വമേധയാ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിബിയുടെ അഭിപ്രായം കമൻ്റായിട്ടിടുന്നു, ഞാൻ എൻ്റെ അഭിപ്രായം കമൻ്റായിട്ടിടുന്നു. ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ തെറി വിളിച്ചുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്ക് നടക്കത്തില്ലേ? ഇവർ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു, ഇനി ഉണ്ണിത്താൻ ചേട്ടനെ കുറിച്ചൊന്നും പറയരുത്, പറഞ്ഞാൽ പണി കിട്ടും. രാജ്മ, ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് പോകേണ്ടതുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സുനിൽ കനകലു ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ സുനിൽ കനകലുവിൻ്റെ ഏജന്റുമാർ സ്ഥാനാർത്ഥി മോഹികളായിട്ടുള്ള ഒരുപാട് ആളുകളെ സമീപിച്ചിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥി മോഹികളായിട്ടുള്ള ആളുകളെ സമീപിച്ചതിന് ശേഷം അവരുടെ പേര് ആ നാട്ടിലൊക്കെ പല പല ആളുകളെയും വിളിച്ച് ചോദിക്കും. പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമത്തിൽ ആ ഒരു സംഭാഷണം വരികയും ചെയ്തിട്ടുണ്ട്. കാരണം ആ നാട്ടിൽ അല്ലെങ്കിൽ ആ നിയോജക മണ്ഡലത്തിൽ ഒരു മനുഷ്യക്കുഞ്ഞ് പോലും അറിയാത്ത ആളുകളുടെ വരെ പേര് ഇവർ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അത് ആളുകളുടെ അടുത്ത് വിളിച്ചു ചോദിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സാമ്പത്തിക ലാഭവും ഇല്ലാതെ സുനിൽ കനകലു ഇത് ചെയ്യുമെന്ന് തോന്നുന്നു. അവിടെ തന്നെയാണ് ഇതിനകത്ത് മനുഷ്യക്കുഞ്ഞ് പോയിട്ട് പട്ടിക്കുഞ്ഞിന് പോലും അറിയാത്തതാണെന്നേ. അങ്ങനെയുള്ള ആൾക്കാരെ പേരുകൾ കൊണ്ടുവരാൻ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരികെ കയറ്റാനുള്ള ശ്രമമാണ്. അത് കൃത്യമായിട്ട് പേയ്മെൻ്റ് ആണ്. കാൻഡിഡേറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നതിന് വരെ പേയ്മെൻറ്റ് മേടിക്കുക. കാൻഡിഡേറ്റ് ആയിട്ട് പിന്നെ ജയിക്കുക നോക്കുകയൊക്കെ നിങ്ങളിഷ്ടം. പിന്നെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതിനകത്ത് ഇയാളുടെ ഇടപെടൽ ഇനിയും വരാൻ പോവുകയാണെന്ന് കേൾക്കുന്നത്. കാരണം അതുവരെ എ ക്ലാസ് ബി ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അതിനനുസരിച്ച് എ ക്ലാസ്സിന് കൂടുതൽ ഫണ്ട്, ബി ക്ലാസ്സിന് ഇത്ര ഫണ്ട്, ആ ഫണ്ടിൻ്റെ ഇത്രയും പെർസെൻറ്റേജ് മേടിച്ചാൽ മതിയല്ലോ. ഇത് പണ്ട് ഈ MLA വർക്കും MP വർക്കും ഒക്കെ കൊടുക്കുമ്പോഴും അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, 5% എനിക്ക് എന്നൊക്കെ പറയുന്ന പോലെ. ഇമാതിരി നിലവാരം കുറഞ്ഞ അവസ്ഥയിലേക്ക് പോവുക. പക്ഷേ ഇയാളുടെ ഈ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ചാനലുകളെയും വിലക്കെടുത്തിട്ടുണ്ട്. വിലക്കെടുക്കാൻ കിട്ടാത്ത ചാനലുകളെയാണ്, നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചാനലുകളെയാണ് ഇങ്ങനെ പൂട്ടിക്കെട്ടിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ നേരെയുള്ള കടന്നുകയറ്റം എന്നുള്ളത് മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ആയിരക്കണക്കിന് മൊബൈൽ ഫോണുകളാണ് ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ടുള്ള മൊബൈൽ ഫാമിംഗ് ടെക്നോളജി. അതുതന്നെയാണ് കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വാർ റൂമുകളാണ് ഇയാളുടെ നേതൃത്വത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഇത് ചിലപ്പോൾ ഇതിൻ്റെ കൺട്രോൾ ഇവിടെ ആയിക്കോണമെന്നില്ല. പണ്ട് ഏഷ്യാനെറ്റ് ലോഞ്ച് ചെയ്തപ്പോൾ ഏഷ്യാനെറ്റ് അവിടെ നിന്നായിരുന്നു, സിംഗപ്പൂരിലായിരുന്നു. നമ്മൾക്ക് TV തുറക്കുമ്പോൾ നമുക്ക് മലപ്പുറത്ത് നിന്ന് ഇന്നാൾ റിപ്പോർട്ട് ചെയ്യുന്നു, എറണാകുളത്ത് നിന്ന് ഇന്നാൾ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഈ സാധനം വാർത്ത വായിക്കുന്നത് സിംഗപ്പൂരിൽ നിന്നായിരുന്നു. അപ്പം ഏഷ്യാനെറ്റ് അന്ന് ചെയ്തിട്ടുള്ള സംവിധാനം അന്നത്തെ രീതി അങ്ങനെയാണ്. ഇയാളുടെ ഈ ഓപ്പറേഷൻ ഒരു പക്ഷേ പുറത്തു നിന്നാവാനാണ് സാധ്യത. അതൊരു പക്ഷേ ഇന്ത്യയിലെ ഇലക്ഷൻ പ്രക്രിയയുടെ സുതാര്യതയെ പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അതിനെ വരെ അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ദേശവിരുദ്ധ പ്രവർത്തനത്തിൻ്റെയും കൂടി പരിധിയിൽപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നത്. എന്തായിരുന്നാലും ദേശവിരുദ്ധ പ്രവർത്തനം നടന്നാലും ഇല്ലെങ്കിലും അത് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തേണ്ടതാണ്. ദേശവിരുദ്ധ പ്രവർത്തനം അല്ല എന്നുണ്ടെങ്കിൽ BJPക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. BJP പറഞ്ഞു ഹംകോ കോൺഗ്രസ് ഖതം കർണാ ചാഹിയേ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ പറഞ്ഞു, കൊട്ടേഷൻ കൊടുത്തു, ഞാൻ ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അവരടുത്തും പൈസ വേറെ മേടിക്കുന്നുണ്ടോ എന്നുള്ളതായിരിക്കും. അവരടുത്ത് മേടിക്കുന്നു, കോൺഗ്രസ്സുകാരടുത്ത് മേടിക്കുന്നു കോൺഗ്രസിനെ നന്നാക്കാൻ, മറ്റവരടുത്ത് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ. പിന്നെ സ്ഥാനാർത്ഥികൾ ആകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരടുത്ത് അവരടുത്ത് വേറെ മേടിക്കുന്നു, പേര് പറയാൻ വേറെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഇലക്ഷന് പിന്നെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ അതിന് കമ്മീഷൻ വേറെ. ഏത് A ക്ലാസും B ക്ലാസും C ക്ലാസും. ഇയാൾ ആരുവാ? ഇപ്പം എന്നോട് സംസാരിച്ച നേതാവിന് വിവരമുണ്ട്. ഇതേപോലെ വിവരമുള്ള നേതാക്കന്മാർ വേറെയും കാണും.
അവരിപ്പോൾ നമ്മൾ ഓരോരുത്തരോടും പേഴ്സണലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് സംസാരിച്ച ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്. ഈ പൈസ ഉണ്ടെങ്കിൽ ഇവിടെ ഇലക്ഷൻ വർക്ക് നടത്തായിരുന്നു. ഇവന്മാർ പൊട്ടന്മാർ അവിടെ നിന്ന് ഒരുത്തന്നെ ഇറക്കിക്കൊണ്ട് വന്നേക്ക്, ഒരു മുതലിനെ കൊണ്ടുവന്ന് ഇറക്കിയേക്കുക എന്നാണ് പറഞ്ഞത്. പച്ച മലയാളത്തിൽ പറഞ്ഞ വാക്കാ. അപ്പോൾ വല്ലാത്ത പ്രതിഷേധം ഇതിനകത്ത് കോൺഗ്രസിനകത്തുണ്ട്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങളെ ഇങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്നത് കൃത്യമായിട്ടുള്ള അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ തന്നെയാണ് വേണ്ടത്. നമ്മൾ പിന്നെ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് കൊടുത്തിട്ടുള്ള പരാതിയിന്മേൽ പോലും നടപടി ആവശ്യമാണ്. ഇത് ഓൺലൈൻ മേഖലയിലുള്ള അതേപോലെ മെയിൻ സ്ട്രീം മേഖലയിലുള്ള എല്ലാ മാധ്യമങ്ങളും വളരെ ജാഗ്രതയോടുകൂടി നോക്കിക്കാണുകയും ഇതിൻ്റെ ഫോളോ അപ്പ് നടത്തുകയും ചെയ്യേണ്ടുന്ന ഒരു എക്സ്ക്ലൂസീവ് വാർത്ത തന്നെയാണിത്. ഇതിൻ്റെ ഗ്രാവിറ്റി എന്താണെന്നൊരു പക്ഷേ കേട്ടിരിക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുത്തില്ല. കാരണം നമ്മളെന്തോ ഭ്രാന്ത് പറയാമെന്ന് കരുതും. പക്ഷേ ഇതിനകത്ത് യാഥാർത്ഥ്യമുണ്ട്. ഇതിനകത്ത് വസ്തുതാപരമായിട്ടുള്ള ചില അംശങ്ങളുണ്ട്. ആ വസ്തുതാപരമായ അംശങ്ങളുടെ സെൻസ് ഏത് വഴിക്കാണ് പോകുന്നത് എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ. കാരണം ദേശവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ BJPക്ക് വേണ്ടിയിട്ടുള്ള കൊട്ടേഷനാണോ, അല്ലെങ്കിൽ ഇയാൾ പക്കാ ബിസിനസ്സുകാരനായിട്ട് അവിടെ നിന്ന് മേടിക്കാം ഇവിടെ നിന്ന് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണോ എന്നുള്ളത് മാത്രമാണ് പരിശോധിക്കപ്പെടേണ്ടത്. എന്തായിരുന്നാലും സുനിൽ കനകോലു എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഏജൻസിയും കള്ള നാണയങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.